മുസൈൻ കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോയിലായിട്ട് ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റ് സർവൈവ് സീരീസ് തുടങ്ങാൻ പോണ്. സർവൈവ് സീരീസ് തുടങ്ങുകയാണ്. നമ്മൾ ഇന്ന് സീഡൊക്കെ കൊടുത്തിരിക്കുന്നത് 2013 -2 ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഷെയ്ഡറൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് അടിപൊളി ഷെയ്ഡറൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടിപൊളി സർവൈവ് ഉണ്ടാക്കും. നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സമയമുണ്ട്. വേഗം നിങ്ങൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ബസ് സിമുലേഷൻ ഇൻഡോനേഷ്യൻ ഒക്കെ ആയിട്ടും അത് വേണമെങ്കിൽ ലൈക്ക് അടിച്ച് പൊട്ടിക്കല്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. 18 ആയിട്ടുള്ളൂ, ഇനിയും ആക്കണം. എല്ലാവർക്കും പ്രതീക്ഷ വെച്ചാൽ കിട്ടുന്നതേ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഒന്ന് വെറുതെ ഒന്ന് മറ്റേ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അടിച്ചു പൊട്ടിച്ചോളെ. അപ്പോൾ നമ്മുടെ ഗെയിം ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തുടങ്ങുന്നു. തുടങ്ങാനായിട്ട് നമുക്ക് വേഗം ഒന്ന് സർവൈവ് തുടങ്ങാം. നിങ്ങൾ ഈ സമയം കൊണ്ട് ലൈക്ക് അടിക്ക് വേഗം. വെറുതെ മറ്റേ സർവൈവ് ബട്ടൺ നോക്കി. ഒരു അടിപൊളി വേൾഡിൽ തന്നെ ഗ്രാഫിക്സ് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ വീടൊന്ന് നമ്മളാദ്യം വീട് കെട്ടിയിട്ട് വേണ്ടേ. കോഴി ഞാനില്ലട്ടാ, അതാ കോഴി, ഇതാ കോഴി അല്ലേ, ഞാനൊന്നല്ല കോഴി. കളിയിൽ നമ്മളുടെ സ്കില്ല് കിട്ടും. എനിക്ക് അത്രയൊന്നും അറിയില്ല. ഇവ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞല്ല, സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ ബെല്ലൊക്കെ അടിച്ച് പൊട്ടിച്ചോളി. അല്ലാതെ വെച്ചാൽ ഇവൻ പിന്നെ നിങ്ങൾ ഇവിടെ വീഡിയോ ഇടാത്ത കാരണമല്ല, ഒരു 5 ദിവസം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകണം. അത് കാരണം കൊണ്ടാ ഒരു 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. നമ്മൾ വേഗം മരമൊക്കെ കൊണ്ട് എന്തായാലും ഇന്നലെ ഒരു വീടെങ്കിലും കിട്ടും അല്ലേ. എല്ലാ വീഡിയോയിലും ഞാനുണ്ടാവും ഇനി മുതൽ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കെങ്കിലും ചെയ്യുക ഗൈസ്. വെച്ചാൽ നമുക്ക് ഇത്തിരി പണിയാണ്. നമുക്ക് ഷീപ്പിലോട്ട് പിടിക്കണ്ട ഗോയ്സ്. ഞാൻ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാഫിക്സ് കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ആണ്. പിന്നെ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനി കളിക്കാൻ പോണത് നമ്മൾ ബസ് സിമുലേറ്റർ, ഇന്തോനേഷ്യയിലെ ബസ് എങ്ങനെ നമ്മൾ എടുക്കുക എന്നാണ്. അത് നമ്മൾ കുറച്ച് ആപ്പുകൾ പരിചയപ്പെടുത്തിയതാണ്. ഇപ്പോഴല്ല, അവിടെ അടുത്ത വീഡിയോയിൽ. അങ്ങനെയാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോണേ. നമുക്ക് നമ്മുടെ സാധാ ടൂൾസ് അങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. വേഗം സമയമൊന്നുമില്ല, വേഗം എടുത്ത് നമുക്ക് കുറച്ച് ഇതെടുക്കാൻ. നമുക്ക് എന്തായാലും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം ഗൈസ്. എന്താ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ കുറച്ചും കൂടി പവർ ആക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീടൊക്കെ കെട്ടാൻ ഇനി 2-3 ദിവസം മതി. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയുന്നതായിരിക്കും. മൈൻക്രാഫ്റ്റിൽ നിങ്ങൾക്ക് നാളെ ഒരു സന്തോഷ വാർത്ത വേണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ നിങ്ങൾക്ക് നാളെ സന്തോഷ വാർത്ത കിട്ടും. പൊട്ടനാണ് അത്. അങ്ങനെ നമ്മളങ്ങനെ കേൾക്കണ്ട, മുച്ചിൻ്റെ കാര്യം നിങ്ങൾ കേൾക്കണ്ട. നമുക്ക് എന്താണ് നാളെ ഒരു ഇതുണ്ട്, മൈൻക്രാഫ്റ്റിൽ ഒരു വീട് കെട്ടാൻ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു വീട് കെട്ടി വെക്കാം. ഒരു സാധാ എങ്ങനെയെങ്കിലും വീട് കെട്ടി വെക്കാം. എങ്ങനെയെങ്കിലും ഒരു സാധാ ഒരു വീട് കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പണി കിട്ടും. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒപ്പം ഞങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഫ്രീ ഫയർ കളിക്കും. ഇപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യും. ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ട് ഗൈസ്, ഒന്നും വിഷയാക്കണ്ട. ഈ മറ്റേ ഗ്രാഫിക്സിൻ്റെ ലാഗാണ് ഗൈസ്, വേറെ ഒന്നുമില്ല. പിന്നെ ബസ് സിമുലേറ്ററിൽ ഇത്തിരി ലാഗൊക്കെ ഉണ്ടാവും ഗൈസ്, അതൊന്നും വിഷയാക്കണ്ട. അണ്ണന്മാർ പ്രോയാണ്. ബസ്സിന് ഡ്രൈവറായിട്ട് വരുന്ന അണ്ണനാണ്, ആരും പേടിയാണ്. അതുകൊണ്ട് ബസ് കൊമ്പനാണ് നമ്മൾ അടുത്ത വർഷം എടുക്കാൻ കാണിച്ചു തരുന്നത്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. അല്ല വെച്ചാൽ ഞങ്ങൾ ഈ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന സപ്പോർട്ട് വുഡ് കഴിഞ്ഞു. നമുക്ക് കുറച്ചും കൂടി വുഡ് വേണം ഗൈസ്. വുഡ് കഴിഞ്ഞു. വുഡൊക്കെ എന്ത് അതാ ഇത് മറ്റേ വുഡല്ലേ, എന്താ പറയുക, വേറെ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പേര് എനിക്ക് ഓർമ്മയില്ല എന്താണ്. പക്ഷെ ഗൈസ് നമ്മൾ കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി വെച്ചു? കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടോ? ഒരു വർഷമായിട്ടില്ല ഗൈസ്, മാസമായിട്ടില്ല, അന്നേരം തുടങ്ങിയിട്ടുള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരു കുറച്ച് ദിവസം, ഒരു മാസം പോലെ ഉണ്ടോ, 1.5 മാസം ഉണ്ടോ, അരമാസമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇനി യൂട്യൂബ് ചാനൽ ഇടാൻ പോണത് എങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ കൂടില്ല. അത്ര ഇതായിരിക്കും ഗൈസ്. ഞങ്ങൾ ഈ അപ്ഡേറ്റിൽ ഞങ്ങൾ എങ്ങനെയാണ് ബസ് എടുക്കാൻ പറ്റുക, പണ്ടത്തെ മാതിരി അങ്ങനെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റില്ല. ഈ അപ്ഡേറ്റിൽ ഈ ബസ് ഇൻഡോനേഷ്യയിൽ നമുക്ക് എന്തോ ഒരു കാര്യം ചെയ്യാം, എന്നാലുള്ളൂ നമുക്ക് ബസ്സുകളിന് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബസ്സുകളിന് എടുക്കാൻ. ഫോണിൽ ഏതാണ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. നിങ്ങൾ ആനിമി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഏത് ആനിമയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്നത് നെറൂട്ടോ എന്ന ആനിമയാണ് ഞാൻ കാണുന്നത്. ബ്ലൂ ലോക്കാണ് ഗൈസ്. ബ്ലൂ ലോക്കിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കാണുന്നത്, 2ാമത്തെ എപ്പിസോഡ്. ഞാൻ ബറൂട്ടോ സീസണാണ് ഗൈസ് കാണുന്നത്. പക്ഷെ ലാസ്റ്റ് എപ്പിസോഡ് സീനാണ്. നിങ്ങൾക്ക് പറയാനും കൂടി പറ്റില്ല എങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡ് കാണുന്നത്. ഒരു ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ആനിമി കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പരിപാടിയിലൂടെ നമ്മുടെ നിങ്ങൾ ഏതാ ഫോണെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ മറന്നു. ഫോൺ ഏതാന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ഫോണ് വിവോ ആണ്. എന്തായാലും നമുക്ക് ബ്ലോക്ക് ഇരുന്നു, മുകളിൽ ബ്ലോക്ക് കൂടി ബ്ലോക്ക് വെക്കണം. ഷീപ്പ് തപ്പി പോകേണ്ട സാധനത്തിന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ബെഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ അടുത്ത എപ്പിസോഡിലേക്കും ബെഡ് ഇതാ. എൻ്റെ നാവ് നല്ല നോവാ, കരിനാക്ക തോന്നുന്നു എനിക്ക്. ഷീപ്പുകളുടെ അടുത്ത ഷീപ്പ് കൂടി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഷീപ്പ് നമുക്ക് ഇനി ഷീപ്പ് കിട്ടോ. ആക്രാന്ത വേണ്ട. അത് അവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇതാ പംകിനൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പന്നിക്കുട്ട എന്നെ ഉണ്ടാക്കണ നോക്കുന്നു. വില്ലേജ് ഒന്നും ഇവിടെ ഉണ്ടാവില്ലടാ, റയറാണ്. പട്ടിയൊന്നും ഇവിടെ ഇല്ല. പട്ടിയൊക്കെ നമുക്ക് കുറച്ച് ദൂരം പോകണം. നമുക്ക് പട്ടിനെ മേടിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സൂക്ഷിച്ചാവില്ല പട്ടി. അവിടെ ഇനി അടുത്ത വീഡിയോ നമ്മൾ ബസ് സിമുലേറ്ററാണ് കളിക്കാൻ. ഇന്തോനേഷ്യ നിങ്ങൾക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. എന്തായാലും നല്ല ഹാങ് ഉണ്ട് ഗൈസ്. നല്ല ലാഗ് പറഞ്ഞാൽ നല്ല ലാഗ് ഉണ്ട്. എന്താ പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ്. കുറച്ച് ഗെയിംസ് ഒക്കെ സ്റ്റോറേജ് ഒക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് ഗെയിം കളയണം, നമ്മളിലുള്ള ഗെയിമൊക്കെ കളയണം. നമുക്കെന്തായാലും നമ്മുടെ വീടിൻ്റെ പണി എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വീട്, അല്ല വലുതൊന്നുമല്ല. നമ്മൾ ഈ വീട് നമ്മൾ വലിയൊരു വീടാക്കും. ഇപ്പം നമ്മൾ എന്തായാലും നമ്മൾ സാധാ ടൂൾസൊക്കെ അവിടെ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതെന്താ വുഡാക്കാൻ പറ്റും. നമുക്കങ്ങനെ വുഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറാണ്. ഡോർ എവിടെ ഇതായിരിക്കണം. 6 ഡോറൊന്നും വേണ്ട, ഇത്ര ഡോറൊന്നും മതി. ഒരു ഡോറും ക്രാഫ്റ്റ് ചെയ്തു. ഞാൻ ഈ റൂഫ് വെച്ചിട്ടുണ്ട്. വെറുതെ അല്ലേ ബ്ലോക്ക് തീർന്നില്ലേ. വേഗം സബ്സ്ക്രൈബ് ചെയ്യും. എനിക്കുള്ള സപ്പോർട്ടൊക്കെ നല്ല കുറവാണ്. വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വ്യൂസ് ഉള്ളൂ. നിങ്ങൾ അതിന് 1 മില്യൺ വ്യൂസ് ആക്കണം. 1 മില്യൺ അല്ല, ബില്യൺസ് ഓഫ് വ്യൂസ്. നമുക്കെന്തായാലും മരന്ന് വെട്ടിയിട്ട് നമ്മുടെ വീടിന് കൊണ്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഷീപ്പിനെ തപ്പാൻ പോകണം. ഷീപ്പ് കിട്ടിയില്ലെങ്കിൽ നല്ല പണിയാണ് ഗൈസ്. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ കിട്ടൂല. അവിടെ കുതിരയൊക്കെ ഉണ്ട്. നമുക്ക് സാഡിൽ കിട്ടുമ്പോൾ കുതിര പാട്ട് ഓർമ്മിക്കരുത്. ഇത് കുതിരയല്ല, ഇത് കുതിരയാണ്.
എനിക്ക് തെറ്റിപ്പോയതാണ്, ഒന്ന് ക്ഷമിക്കാം ആശാനെ. നമുക്ക് ജനിച്ചെടുക്കുക ഗൈസ്. എന്നാലും ഓ ഇപ്പൊ തന്നെ എൻ്റെ വുഡ് പൊട്ടാറായി, ആക്സ് പൊട്ടാറായി. അപ്പൊ പുതിയ ആക്സ് എടുക്ക്. ആ വിഷയല്ലേ, നമ്മൾ തിന്നുണ്ടല്ലോ. ഓ ഗൈസ് നമുക്ക് ചിക്കൻ കിട്ടി ഗൈസ്. ചിക്കൻ കുടുംബട്ടൻ ഗൈസ് ഇതിന്റെ പിന്നാലെ എനിക്കൊരു ഇതും കിട്ടില്ലല്ലോ. എന്താ മുച്ചു? എനിക്കൊരു ഇതും കിട്ടില്ല ഗൈസ്. നല്ല വിശക്കണ് പറഞ്ഞു, വെറുതെ കൂടെ എന്തായാലും മാറിട്ടൊന്നേക്കാം. നല്ല നല്ല ബീഫാണ് ഗൈസ്, നല്ല ടേസ്റ്റുള്ള ബീഫാണ്. ബീഫാണ് ഗൈസ്. ഞങ്ങൾ ഇന്നലെ ഇതൊന്ന് കൊടുത്തിട്ട് വന്നിട്ടുള്ളൂ ഗൈസ്. നല്ല ഫ്രഷ് നാളെ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ബെഡും കൂടി ചിലപ്പോൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ മഴക്കാർ വന്നു ഗൈസ്. മഴക്കാർ കിട്ടി, ഷീപ്പിന് കിട്ടി. നമുക്ക് എന്തായാലും ബെഡും കിട്ടിയിട്ട് ഗൈസ്. അങ്ങനെ ബെഡ് സെറ്റായി. 3 ഷീപ്പിന് നമുക്ക് കിട്ടി. ചത്തു. നമുക്ക് എന്തായാലും 3 ഷീപ്പിനെയും കിട്ടി, ബെഡും കിട്ടി. ബെഡ് ഉണ്ടാക്കിയാൽ മതി ഗൈസ്. നമ്മുടെ വീട് കുഴപ്പമില്ലാത്ത വീടാണ്. എന്താ പറയുക, നമുക്ക് പുല്ലൊക്കെ പൊട്ടണം ഗൈസ്. നമ്മൾ മോഞ്ചി ഗൈസ്, നമ്മൾ തേച്ചു ഗൈസ്. ഇറിട്ടാണ് ഗൈസ് ഇവിടെ. അയ്യോ നല്ല ഇറിട്ടാണല്ലോ. നമുക്ക് എന്തായാലും അടിയിൽ പോയി കുറച്ച് സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ട് അന്ന് ഫർണീസ് ഉണ്ടാക്കാമല്ലോ. എന്തായാലും കുറച്ച് സ്റ്റോൺ എനിക്ക് കളക്ട് ചെയ്ത് സ്റ്റോൺ കുറച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോൺ എടുക്കാൻ പോകുമ്പോഴത്തേന് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഞങ്ങൾ കുറേ നേരമായി ഈ തൊള്ളയും കൊണ്ട് പറയുന്നത്, തൊണ്ട അയക്കാൻ തുടങ്ങി ഗൈസ്. അപ്പം ഞങ്ങളുടെ വീട് പാലക്കാടാണ്. പാലക്കാട് നിങ്ങളുടെ വീട് എവിടെയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് വേണം നമുക്ക്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് അയക്കാൻ പറ്റും. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഫോളോ എങ്കിലും, ഫോളോ ഇല്ല സബ്സ്ക്രൈബും പിന്നെ ബെൽ ബട്ടൺ അടിച്ചു പിടിച്ച് കമൻറ്റ് ബോക്സിൽ ഐ ലവ് മൈൻക്രാഫ്റ്റ് ഒന്ന് അടിച്ച് വെക്കുക. അടുത്തതായി ഷോർട്സും ലോങ് വീഡിയോ വരുന്നതാണ്. ഇനി മൈൻക്രാഫ്റ്റ് ബസ് സിമുലേറ്ററിലും ആയിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മൾ ഇനി കൂടുതൽ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ മൈൻക്രാഫ്റ്റും മാത്രമേ. നമുക്കിന്ന് മോളിൽ കയറാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ഇങ്ങനെ അതായിട്ട് പിന്നെയും കളിക്കാം. നമ്മൾ മോളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോളിൽ കയറി. സ്പോണാകരുത്, സ്പോണായില്ലല്ലോ. ഫർണീസ് ഉണ്ടാക്കാതെ തന്നെ ഇനി നമ്മൾ ഒരു എന്തായാലും ഒരു ഫർണീസ് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല ലാഗ് ഉണ്ട് ഗൈസ്, പറയുമ്പോൾ നല്ല ലാഗ് ഉണ്ട്. ഫർണീസ് കിട്ടില്ല കയ്യിൽ. എനിക്ക് എന്തായാലും ഫർണീസ് ഇവിടെ വെച്ചിട്ട് ചൂടാക്കാനുണ്ട്. 2 വുഡ് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ടോർച്ച് വേണം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും തേനൊട്ടും. ടോർച്ച് കിട്ടിയതല്ലോ. നീ പോണേ പേടിയാണ് ഗൈസ്. നമ്മൾ ധൈര്യത്തോടെ വാളിട്ട് നിന്നെ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ. ഇനി നമുക്ക് എന്തായാലും ഒരു ടോർച്ച് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം. 4 എണ്ണം ഉണ്ട് ഗൈസ്, 4 ടോർച്ച്. ഇവിടെ അറിയാണ്ട് ടോർച്ചിൻ്റെ അവനും ബ്ലോക്ക് വെച്ച് പോയി ഗൈസ്. ടോർച്ച് വെച്ചപ്പോൾ എന്താ വിളിച്ചു വീട്ടിൽ. എന്തായാലും നമ്മളങ്ങനെ വീട് നല്ല വലിച്ചു കൂട്ടില്ല. നമുക്കെന്തായാലും ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത് തന്നെ ഒരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ബസ് സിമുലേറ്ററിൻ്റെ ശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.